ഹലോ, നെയ്യോട് കൂടിയ നല്ലൊരു മത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ. മുട്ടയ്ക്കുള്ള നല്ല മത്തിയാണ്. അപ്പോൾ നമുക്കിത് മുളകും കുടംപുളിയൊക്കെ ഇട്ടൊന്ന് വെച്ചാലോ. ഇതിനായിട്ട് ചട്ടി ചൂടാക്കി കഴിയുമ്പോൾ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം അതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം കടുകും കൂടെ ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പകുതി പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവയും ഒന്ന് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഒരു 3-4 വറ്റൽമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നടുകെ കീറിയ 3-4 വറ്റൽമുളക് കൂടെ ചേർത്ത് 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 5-6 കാന്താരി മുളക് ഒന്ന് ചതച്ചതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് ഒരു 3-5 ചുവന്നുള്ളി ഒന്ന് ചതച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ തീ കുറച്ച് വയ്ക്കുക. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒന്ന് നന്നായിട്ട് യോജിപ്പിക്കുമ്പോൾ ഈ കറിയുടെ കളറൊന്ന് ചേഞ്ച് ആവും. അതിന് ശേഷം നമ്മളൊരു 3-4 പീസ് കുടംപുളി നന്നായിട്ട് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു, അതും ചേർത്ത് ഒരു ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. മീനൊന്നും മുങ്ങിക്കിടക്കാനുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. വെള്ളം ചേർക്കുമ്പോൾ ചൂടാക്കിയ വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് അടച്ചു വെച്ച് തിളപ്പിക്കാം. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതേ കറി ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം കുടംപുളി മുളകും എല്ലാം അതിൽ ചേർന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മത്തി നമ്മൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല നെയ്യുള്ള മുട്ടയോടുകൂടിയ മത്തിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ അത് മാത്രമല്ല, ഇങ്ങനെ മത്തിക്കറിയൊക്കെ വയ്ക്കുമ്പോൾ പ്രത്യേകിച്ച് കുടംപുളി മുളകിട്ടൊക്കെ വയ്ക്കുമ്പോൾ ഉണ്ടല്ലോ, തലേന്ന് തന്നെ ഉണ്ടാക്കി വെച്ച് പിറ്റേ ദിവസത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കിയാൽ കുറച്ചും കൂടി നന്നായിരിക്കും. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഞാനിതൊന്ന് ഹൈ ഫ്ലെയിമിൽ അടച്ച് വെച്ച് കുക്ക് ചെയ്യാണ്. തുറന്നതിന് ശേഷം വെള്ളം ഒന്ന് അത്യാവശ്യം വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1-2 ഇൻഗ്രീഡിയൻറ്റും കൂടെ നമുക്ക് ചേർക്കാനുണ്ട്. അതിനായിട്ട് 1 ടീസ്പൂണോളം നല്ല മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ ഓൾറെഡി നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട് കടുക് താളിച്ചപ്പോൾ, അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം ഫ്ലേവറിന് വേണ്ടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് കറി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എപ്പോഴും ചട്ടി ഇങ്ങനെ കറക്കി കൊടുത്താൽ മതി, ഇളക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് മീനങ്ങ് ഉടഞ്ഞു പോവും. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് നാടൻ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തൊന്ന് അടച്ച് വയ്ക്കുക. ഒരു 5 മിനിറ്റിന് ശേഷം തുറക്കുമ്പോൾ അതേ നമ്മുടെ മീനൊക്കെ നന്നായിട്ട് എണ്ണയൊക്കെ വാർന്ന് നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ നെയ്യുള്ള മത്തി കിട്ടുമ്പോൾ ഈ ഒരു കറി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. താങ്ക്